വിളിക്കുന്നത് ഒരു പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യാനാണ്. എന്തെന്ന് വെച്ചാൽ, ഇപ്പോൾ 10th ബോർഡ് എക്സാം റിസൾട്ട്സ് ഒക്കെ വന്നു, ISCയുടെ റിസൾട്ട് വന്നു, CBSEയുടെ റിസൾട്ട്സ് വന്നു, സ്റ്റേറ്റ്സിന്റെ റിസൾട്ട്സ് വന്നു. കുട്ടികൾക്കെല്ലാം നല്ല മാർക്കുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു കൺഫ്യൂഷനാണ് പല കുട്ടികൾക്കും, ഏത് ബോർഡ് എടുത്ത് പഠിക്കണം, ഏത് സ്ട്രീം എടുത്ത് പഠിക്കണം എന്നുള്ളത്. ഒരു പ്രൊഫഷണൽ ഡിഗ്രി ആഗ്രഹിക്കുന്ന കുട്ടികളാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾ ബയോമാക്സ് എടുത്ത് വേണം +1 പഠിക്കാൻ, +1 +2 പഠിക്കാൻ. കാരണം നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഡൈവേർട്ട് ചെയ്യാം. ഇനി പല കുട്ടികളുടെ ഒരു കൺഫ്യൂഷനാണ്, ISC വേണോ, ISCന്ന് CBSEയിലോട്ട് ചേഞ്ച് ചെയ്യണോ, ISCന്ന് സ്റ്റേറ്റിലോട്ട് ചേഞ്ച് ചെയ്യണോ എന്ന് ഉള്ളൊരു കൺഫ്യൂഷൻസ് ഉണ്ട്. സ്റ്റുഡൻസ്, നിങ്ങൾക്ക് അറിയാമോ, നീറ്റ് ഇംപ്ലിമെന്റ് ചെയ്തതോടുകൂടി നമ്മുടെ 3 സ്ട്രീമും, സ്റ്റേറ്റ് ആണെങ്കിലും CBSE ആണെങ്കിലും ISC ആണെങ്കിലും സിലബസ് എല്ലാം ഏകീകരിച്ചിട്ടുണ്ട്. അതായത് ഒരു കോമൺ സിലബസ്, ഒരു കോമൺ പ്ലാറ്റ്ഫോമിൽ നിന്നാണ് +1 +2 പഠിക്കുന്നത്. അതായത് സയൻസ് സബ്ജക്റ്റ് ആയ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി, ഈ 3 സ്ട്രീമിൽ ഏതിൽ പഠിച്ചാലും ഒരേ കണ്ടന്റ് ആണ് എല്ലാ കുട്ടികൾക്കും കിട്ടുന്നത്. ഇവർ ISC പഠിച്ചാലും CBSE പഠിച്ചാലും സ്റ്റേറ്റിൽ പഠിച്ചാലും ഒരേ കണ്ടന്റ് ആണ് എല്ലാ സ്ട്രീമിലെ കുട്ടികൾക്കും കിട്ടുന്നത്. അപ്പോൾ ISC സ്റ്റുഡൻസ്, നല്ല പോസിറ്റീവ് മാർക്ക് മേടിച്ച ISC സ്റ്റുഡൻസ് ഒരു കാരണവശാലും അവരെ സ്ട്രീം വിട്ട് കളിക്കരുത്. കാരണം ISC ഒരു നല്ല സ്റ്റാൻഡേർഡ് സിലബസ് ആണ്. ഈ നീറ്റ് ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ട് സിലബസ് എല്ലാം ഏകീകരിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഏത് സിലബസ് പഠിച്ചാലും കിട്ടുന്ന കണ്ടന്റ് എല്ലാം സെയിം തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് ഓൾ സ്റ്റുഡൻസ്, നല്ല പോസിറ്റീവ് ഉള്ള എല്ലാ ISC സ്റ്റുഡൻസും ഇത്രയും 10 വർഷമായിട്ട് ISC പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും ചേഞ്ച് ചെയ്ത CBSEയിലോട്ടോ ISC സ്റ്റേറ്റിലോട്ടോ ജോയിൻ ചെയ്യാതെ നിങ്ങളുടെ സ്ട്രീം തന്നെ നിങ്ങൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഇംഗ്ലീഷ് മാത്രമാണ് വ്യത്യാസമുള്ളത്. ബാക്കി 4 സബ്ജക്റ്റും ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി എല്ലാം കോമൺ സിലബസ് ആണ്. കോമൺ സിലബസ് തന്നെ നിങ്ങൾ പഠിച്ചാൽ മതി. ഒരിക്കലും നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവത്തില്ല. കാരണം നീറ്റ് ഇംപ്ലിമെന്റ് ചെയ്തതോടുകൂടി സിലബസിൽ വന്ന ഈ ഏകീകരണം എല്ലാ സിലബസിലെയും കണ്ടന്റ് എല്ലാം ഒരുപോലെ ആയതുകൊണ്ട് എക്സാംസിന്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. പഠിക്കുന്നത് എല്ലാം ഒരേപോലെ തന്നെയാണ്. ഫസ്റ്റ് ചാപ്റ്റർ, മാത്സിന്റെ ഫസ്റ്റ് ചാപ്റ്റർ, സെറ്റ്, റിലേഷൻ, ഫംഗ്ഷൻ, എല്ലാ 3 സ്ട്രീമിലെ ആദ്യത്തെ ചാപ്റ്റർ ആണ്. അതേപോലെ മോഷൻ 1D സെക്കൻഡ് ചാപ്റ്റർ ആണ്, ഫിസിക്സിലെ സെക്കൻഡ് ചാപ്റ്റർ ആണ്. ആ ഓർഡർ തന്നെ എല്ലാ സിലബസിലും ഓർഡർ തന്നെ സെയിം ആണ്. അപ്പൊ അതുകൊണ്ട് സിലബസ് ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ISCയുടെ ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ, ഫ്യൂച്ചറിൽ ഏറ്റവും ഗുണം ചെയ്യുന്ന ഒരു സിലബസ് ISC ആണ്. കാരണം അവർ പഠിക്കുന്ന ഇംഗ്ലീഷിന്റെ സ്റ്റാൻഡേർഡ് ആണ്. 2 പേപ്പറാണ് അവർക്കുള്ളത്, ഇംഗ്ലീഷ് 1 ആൻഡ് ഇംഗ്ലീഷ് 2. ഇംഗ്ലീഷ് 1 ഇംഗ്ലീഷ് 2 ഈ 2 വർഷം കൂടി നിങ്ങൾ കണ്ടിന്യൂ ചെയ്താൽ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് വളരെ ഗുണം ചെയ്യും. കാരണം എവിടെ ഒരു ഇന്റർവ്യൂവിന് പോയാലും അവിടെയൊക്കെ നന്നായിട്ട് പെർഫോം ചെയ്യാൻ നിങ്ങളുടെ ഈ സ്റ്റാൻഡേർഡ് നിങ്ങൾക്ക് ഗുണം ചെയ്യും. പിന്നെ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി എല്ലാം ഏകദേശം കോമൺലി എല്ലാ ടോപ്പിക്സും ഈക്വൽ ആയതുകൊണ്ട് അങ്ങനെ ഒരു വിഷമം ഉണ്ടാവത്തില്ല. പിന്നെ ISCയുടെ ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ, ഇറ്റ്സ് എ പ്ലാൻഡ് എക്സാം ആക്ടിവിറ്റി ആണ്. ബിക്കോസ് നിങ്ങളിപ്പോൾ ബോർഡ് എക്സാം എഴുതുകയാണെങ്കിൽ, ബോർഡ് എക്സാം സപ്പോസ് 5 സബ്ജക്റ്റേ ഉള്ളൂ. ഫെബ്രുവരി ഫസ്റ്റ് വീക്കിൽ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് മാർച്ച് ലാസ്റ്റിൽ എൻഡ് ചെയ്യുന്ന ഒരു എക്സാം പാറ്റേൺ, എക്സാം രീതിയാണ് ISC അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത്. കാരണം ഫെബ്രുവരി ഫസ്റ്റ് വീക്ക് സ്റ്റാർട്ട് ചെയ്ത എക്സാം, എന്നിട്ട് സഫിഷ്യന്റ് ഗ്യാപ്പ്, ഓരോ എക്സാമുകൾ തമ്മിൽ സഫിഷ്യന്റ് ഗ്യാപ്പ് ഇട്ടാണ് എക്സാം നടത്തുന്നത്. ഇപ്പം ആ സമയങ്ങളിലൊന്നും വൃത്തിയായിട്ട് നന്നായിട്ട് ശ്രദ്ധിക്കാതെ പഠിക്കാത്ത ഒരു കുട്ടി ഈ ഇടയ്ക്കുള്ള ഓരോ എക്സാമിന്റെ ഇടയ്ക്കുള്ള ഒരു 7 ദിവസം അല്ലെങ്കിൽ 8 ദിവസം ഗ്യാപ്പുള്ള 8 ദിവസം സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു പ്ലാൻഡ് ആയിട്ട് ചെയ്യുക. നിങ്ങളുടെ ടോപ്പിക് നന്നായിട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കൽ പോലും ബുദ്ധിമുട്ടുണ്ടാവത്തില്ല. ആ 7 ദിവസം കൊണ്ട് നിങ്ങൾക്ക് എൻ്റെ ടോപ്പിക്സ് സിസ്റ്റമാറ്റിക് ആയിട്ട് പ്രിപ്പയർ ചെയ്ത് ബോർഡ് എക്സാമിന് അറ്റൻഡ് ചെയ്യാൻ പറ്റും. അതൊരു വലിയൊരു അഡ്വാൻറ്റേജ്. കാരണം ഈവൻ CBSE ആണെങ്കിൽ ISC ആണെങ്കിൽ ഇപ്പോൾ ഫസ്റ്റ് എക്സാം നടന്നു, ഒരു ദിവസം ഗ്യാപ്പ്, തുടർന്ന് നെക്സ്റ്റ് എക്സാം. അപ്പൊ ആ ഒരു ദിവസത്തെ ഗ്യാപ്പ് നമുക്ക് മൊത്തം പഠിച്ചു തീർക്കാൻ പറ്റത്തില്ല. ഈവൻ ഓൾറെഡി വൃത്തിയായിട്ട് റിവിഷൻ ചെയ്ത ഒരു കുട്ടിക്ക് പോലും ആ ടോപ്പിക്സ് മൊത്തം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ ISCയെ സംബന്ധിച്ചോളം ആ എക്സാമിന്റെ ഷെഡ്യൂൾ ഇസ് എൻറ്റയർലി ഡിഫറെന്റ്. അവരൊരു കോമൺ രീതിയാണ് അവർ എപ്പോഴും അഡോപ്റ്റ് ചെയ്യുന്നത്. കാരണം ഫെബ്രുവരി ഫസ്റ്റ് വീക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് മാർച്ച് ഒരു ലാസ്റ്റ് വീക്കോ അല്ല 3rd വീക്കിലോ പോർഷൻ അവരുടെ എക്സാംസ് കംപ്ലീറ്റ് ആവും, ബോർഡ് എക്സാം കംപ്ലീറ്റ് ആവും. ഓരോ എക്സാമിനും തമ്മിൽ സഫിഷ്യന്റ് ഗ്യാപ്പ്, ദാറ്റ് മീൻസ് ഒരു 7-8 ദിവസത്തെ ഒരു ഗ്യാപ്പ്, ഒരാഴ്ചത്തോളം സമയം അവർക്ക്
ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഒരു സബ്ജക്റ്റ് കഴിഞ്ഞ് പഠിച്ചു കഴിഞ്ഞ് അടുത്ത ഒരു 7 ദിവസം കൊണ്ട് അടുത്ത സബ്ജക്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ച് എക്സാംസ് എഴുതാം. പിന്നെ ഞാൻ കണ്ട ഒരു അഡ്വാൻറ്റേജ്, ഈ പ്രൊഫഷണൽ ഡിഗ്രി ആഗ്രഹിക്കുന്ന ഒരു കുട്ടിക്ക് ഒരിക്കലും പ്രാക്ടിക്കൽ വലിയ ഇമ്പോർട്ടൻസ് അല്ല പ്രൊഫഷണൽ ഡിഗ്രി. ഇപ്പൊ ഈവൻ ആ കുട്ടി സയൻസിലോട്ട് പോവുകയാണെങ്കിൽ പ്രാക്ടിക്കൽ ഓക്കെയാണ്. അല്ലെങ്കിൽ നമ്മൾ ഇത്രയും പ്രാക്ടിക്കൽസ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ISCയുടെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് പ്രാക്ടിക്കൽസ് വളരെ കുറവാണ്. എസ്പെഷ്യലി എൻട്രൻസ് ഫോക്കസ് ചെയ്യുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചോളം ഈ റെക്കോർഡ് എഴുതുന്ന 3-4 റെക്കോർഡ് എഴുതുക എന്നൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പം നമ്പർ ഓഫ് പ്രാക്ടിക്കൽസ് കുറവായതുകൊണ്ട് എന്തുകൊണ്ട് അത്രയും ഒരു ഇത് ബുദ്ധിമുട്ട് ആ കുട്ടികൾക്ക് ഫീൽ ചെയ്യത്തില്ല. കാരണം ഒരു 7-8 പ്രാക്ടിക്കൽസ് കാണാം. പ്രാക്ടിക്കൽ വളരെ സിമ്പിളും ആണ്. ഒരു സെക്കൻഡ് ഇയർ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് പെട്ടെന്ന് തീർക്കാവുന്ന പ്രാക്ടിക്കൽസ് മാത്രമേ ഉള്ളൂ. ഞങ്ങളൊക്കെ ബോർഡ് എക്സാമിന്റെ സമയമാകുമ്പോഴാണ് കുട്ടികൾക്ക് പ്രാക്ടിക്കൽസ് എല്ലാം പറഞ്ഞു കൊടുക്കുന്നത്. അപ്പൊ ആ പ്രാക്ടിക്കൽ കിട്ടിയാൽ പെട്ടെന്ന് തന്നെ അവർക്ക് മെയിൻ പ്രാക്ടിക്കൽ എക്സാമിലോട്ട് കയറി അവർക്ക് ആ എക്സാം നന്നായിട്ട് പാസ്സാവാൻ പറ്റും. അപ്പൊ പ്രാക്ടിക്കൽസിൽ ഒരു ബുദ്ധിമുട്ട് ISC സിലബസിലില്ല. ആകെയുള്ള ഒരു ബുദ്ധിമുട്ട് എന്ന് വെച്ചാൽ ഇംഗ്ലീഷ് നന്നായിട്ട് പഠിക്കണം. ഇംഗ്ലീഷ് നന്നായിട്ട് പഠിച്ചുകൊണ്ട് വളരെ ഗുണമാണ്. ഈവൻ ISCയുടെ ഇംഗ്ലീഷ് ഉണ്ടെങ്കിൽ IELTS, TOEFL അങ്ങനെയുള്ള എക്സാംസുകളൊന്നും അവർക്ക് വേണ്ട. വിദേശത്ത് പോകാൻ ISCയുടെ സ്റ്റാൻഡേർഡിലുള്ള ഇംഗ്ലീഷ് മാത്രം മതി. അവർക്ക് പ്രത്യേക IELTS ഒന്നും പാസ്സാവേണ്ട ആവശ്യമില്ല. പിന്നെ ഈ ഇംഗ്ലീഷ് കോമ്പറ്റീവ് എക്സാം പാറ്റേണിലുള്ള ഇംഗ്ലീഷ് നന്നായിട്ട് കൈകാര്യം ചെയ്യുന്ന ISC സിലബസുകാരാണ്. അപ്പൊ അതുകൊണ്ട് അവർക്ക് ഫ്യൂച്ചറിൽ ഏതൊരു എക്സാം നന്നായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഈവൻ സപ്പോസ് IIT HSC, IPM, TISBAT, പിന്നെ QSET, CLAT ഇങ്ങനെയുള്ള കോമ്പറ്റീവ് എക്സാംസിനൊക്കെ ഇംഗ്ലീഷ് ഒരു വലിയ ഘടകമാണ്. അപ്പൊ അങ്ങനെയുള്ള എക്സാംസുകൾ ഇവർക്ക് പീനട്സ് പോലെ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ വളരെ പെട്ടെന്ന് തന്നെ ക്രാക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ബിറ്റ്സ് പോലത്തെ എക്സാമിൽ 20 ക്വസ്റ്റ്യൻസോളം ഇംഗ്ലീഷ് ഉണ്ട്. ആ ഇംഗ്ലീഷ് ആണെങ്കിൽ ഇവരെ സംബന്ധിച്ച് വളരെ എളുപ്പമാണ്, പെട്ടെന്ന് തന്നെ അത് എടുക്കാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് ഫ്യൂച്ചറിൽ ഗുണം ചെയ്യണം. ഫ്യൂച്ചറിൽ ഇപ്പോൾ ഒരു ക്യാമ്പസ് പ്ലേസ്മെന്റ് ഇരിക്കുമ്പോൾ ഇന്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ഈ ISC സ്റ്റുഡൻസ് ആണ്. നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ISC. അതുകൊണ്ട് ISCയിൽ നല്ലൊരു പെർസെന്റേജ് ഉള്ള കുട്ടികൾ എന്ത് വന്നാലും ഈ സിലബസ് ചേഞ്ച് ചെയ്ത് വേറൊരു സിലബസിലോട്ട് കയറരുത്. കാരണം അവർ 10 വർഷം പഠിച്ചതിന്റെ ഒരു അഡ്വാൻറ്റേജ് കറക്റ്റായിട്ട് കിട്ടണമെങ്കിൽ 2 വർഷം കൊണ്ട് ആ സിലബസിൽ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഞാൻ അക്കാഡമിഷ്യനായിട്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ എൻട്രൻസ് എക്സാമിന് NCERT സിലബസ് ആണ് എന്ന് പറയുന്ന ഒരു ടോക്സ് ഉണ്ട്. പക്ഷേ അത് പണ്ട് NCERT സിലബസ് ആയിരുന്നു, ഇപ്പോഴും NCERT സിലബസ് ആണ്. പക്ഷേ ഈ ISC സിലബസ് നീറ്റ് വന്നതോട് ഏകീകരിച്ചതോട് സിലബസ് എല്ലാം ഒന്നാണ്. അപ്പൊ അതുകൊണ്ട് പ്രത്യേകിച്ച് CBSEയിലോട്ട് ചേക്കേറി പഠിക്കണമെന്നൊന്നുമില്ല. നിങ്ങൾ പഠിക്കുന്ന സിലബസ് ഏതാണോ ആ സിലബസ് എഫക്റ്റീവായിട്ട് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ നീറ്റ് എക്സാം ആയാലും വേറെ JEE മെയിൻ ആയാലും JEE അഡ്വാൻസ് ആയാലും അങ്ങനെയുള്ള എക്സാംസ് എല്ലാം നിങ്ങൾക്ക് നന്നായിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ബോർഡ് നോക്കുകയാണെങ്കിൽ ബോർഡിന് കുറച്ചും കൂടെ മാർക്ക് കിട്ടാൻ ചാൻസ് ISC സിലബസ് ആണ്. കാരണം ഈ എക്സാമിന് ഇടയ്ക്കുള്ള ഗ്യാപ്പ് വളരെ ഗുണം ചെയ്യും. കാരണം ഒരു എക്സാം കഴിഞ്ഞ് 7 ദിവസം ഉള്ളത് കൊണ്ട് നമുക്ക് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതെ ഈ 7 ദിവസം വളരെ പ്ലാൻഡ് ആയിട്ട് തന്നെ ഈ എക്സാം ചെയ്യുകയാണെങ്കിൽ നല്ലൊരു പോസിറ്റീവ് മാർക്ക് നിങ്ങൾക്ക് സ്കോർ ഉണ്ടാവും. അതുകൊണ്ട് ഓൾ സ്റ്റുഡൻസ് ISC കണ്ടിന്യൂ ചെയ്യണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ISC പഠിക്കുന്ന കുട്ടികൾ ISC തന്നെ പഠിച്ചുകൊണ്ട് 2 വർഷം കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് ഒരു ബെറ്റർ ഫ്യൂച്ചർ നിങ്ങൾ ഉണ്ടാക്കണം. ഒരിക്കലും നിങ്ങൾ ചേഞ്ച് ചെയ്ത് സ്റ്റേറ്റിലോട്ടോ CBSEയിലോട്ടോ ചേക്കരുത്. കാരണം നിങ്ങൾ 10 വർഷം ഇട്ട എഫർട്ട് കംപ്ലീറ്റ് ആവണമെങ്കിൽ 2 വർഷം കൂടെ നിൽക്കണം. ഇതൊരു എൻ്റെ റിക്വസ്റ്റ് ആണ്. കാരണം നമ്മൾ കണ്ടിട്ടുണ്ട് എൻ്റെ ഒരു 15 വർഷത്തെ എക്സ്പീരിയൻസിൽ ഈ ക്യാമ്പസ് പ്ലേസ്മെന്റും ടോപ്പ് ലെവലിൽ നിൽക്കുന്ന ഇന്റർവ്യൂ ഒക്കെ നന്നായിട്ട് ചെയ്യുന്നത് ISC പഠിച്ച് 12th വരെ പഠിച്ച കുട്ടികളാണ്. നന്നായിട്ട് ഹാൻഡിൽ ചെയ്തുകൊണ്ട് വലിയ പ്രൊഫഷണൽ ഡിഗ്രീസിൽ അവർ ജോയിൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ISC സ്റ്റുഡൻസ് ഒരിക്കലും അവരുടെ സ്ട്രീം കളയാതെ, സ്ട്രീമും കംപ്ലീറ്റ് ഡിസ്കണ്ടിന്യൂ ചെയ്യാതെ അതേ സ്ട്രീം തന്നെ തുടർന്നുകൊണ്ട് ISC പഠിക്കണമെന്ന് ഞാൻ പറയുന്നു. ഇതൊരു കോമൺ ഇൻഫർമേഷൻ ആണ്. കാരണം എല്ലാ പേരൻസിന്റെ ഒരു തെറ്റിദ്ധാരണയാണ് NCERT പഠിച്ചാൽ മാത്രമേ എൻട്രൻസ് കിട്ടൂ എന്നുള്ളത്. അതൊരു 10 വർഷം മുമ്പുള്ള ഒരു ടോക്സ് ആണ്. ഇപ്പോൾ അത് മാറി. കാരണം നീറ്റ് ഇംപ്ലിമെന്റ് ചെയ്തതോടുകൂടി സിലബസിന്റെ ഏകീകരണം ഏത് സ്ട്രീമിൽ പഠിച്ചാലും പഠിക്കുന്ന ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി എല്ലാം ഈക്വലാണ്. എക്സാമിന്റെ പാറ്റേണിന്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ISC തന്നെ കണ്ടിന്യൂ ചെയ്യുക, നല്ലൊരു സ്കോർ ഉണ്ടാക്കുക, ബെറ്റർ ഒരു ഫ്യൂച്ചർ ഉണ്ടാക്കിയെടുക്കുക. ഓൾ ദി ബെസ്റ്റ് സ്റ്റുഡൻസ്. താങ്ക് യു.